ഹലോ കൂട്ടുകാരെ, കൂട്ടുകാർക്ക് കടങ്കഥകൾ ഇഷ്ടമാണോ? നമുക്ക് കഥയിലൂടെ കുറെ കടങ്കഥ പഠിച്ചാലോ? അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഒരിടത്തൊരിടത്ത് ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു. ഈ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും നിസ്സാര കാരണം മതി പിണങ്ങാൻ. പക്ഷെ രണ്ടാളും പെട്ടെന്ന് തന്നെ ഇണങ്ങും. അങ്ങനെയിരിക്കെ ഇവരുടെ പേരക്കുട്ടിയായ അമ്മുക്കുട്ടി ഇവരുടെ കൂടെ താമസിക്കാൻ വന്നു. അമ്മുക്കുട്ടിക്ക് കടങ്കഥ വളരെ ഇഷ്ടമാണ്. അപ്പൂപ്പനാണെങ്കിൽ ഇഷ്ടം പോലെ കടങ്കഥകൾ അറിയാം. അപ്പൂപ്പൻ അമ്മുക്കുട്ടിക്ക് കുറേ കടങ്കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഒരു ദിവസം അടുത്ത വീട്ടിലെ ജാനകി ഒരു ചക്കമുറി അപ്പൂപ്പന് കൊടുത്തു. ചക്ക! അപ്പൂപ്പന് ചക്ക എന്ന് വെച്ചാൽ ജീവനാണ്. അപ്പൂപ്പൻ ഒരു കുഞ്ഞു കഷ്ണം ആദ്യമേ അമ്മൂമ്മയ്ക്ക് മാറ്റിവെച്ചു. പക്ഷേ ചക്ക തിന്നിട്ടും മതിയാവാതെ അപ്പൂപ്പൻ മാറ്റിവെച്ച കഷ്ണം കൂടെ എടുത്ത് തിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് അപ്പൂപ്പന് തോന്നിയത്, അയ്യോ, ഇനി ചക്ക തിന്നു എന്നറിഞ്ഞ അവൾ പിണങ്ങുമല്ലോ. എന്താണ് ഇനി ചെയ്യുക? കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മൂമ്മ വീട്ടിലെത്തി. അപ്പൂപ്പന്റെ അടുത്തെത്തിയപ്പോൾ നല്ല ചക്കയുടെ മണം. അമ്മൂമ്മ ചോദിച്ചു, എവിടുന്നാ ചക്ക കിട്ടിയേ? എടുത്തു കൊണ്ടുവന്നേ, ഞാനും തിന്നട്ടെ. അപ്പൂപ്പൻ പരിഭ്രമിച്ചുകൊണ്ട് കാര്യം പറഞ്ഞു. പോരേ പൂരം! അമ്മൂമ്മയെ അങ്ങ് പിണങ്ങി. അപ്പൂപ്പൻ എന്തൊക്കെ പറഞ്ഞിട്ടും അമ്മൂമ്മയ്ക്ക് മിണ്ടാനുള്ള ഭാവമില്ല. ഇതൊക്കെ കണ്ട അമ്മുക്കുട്ടി ഒടുവിൽ ഇവരുടെ വഴക്കിൽ ഇടപെട്ടു. അപ്പൂപ്പ, അമ്മൂമ്മേ, നമുക്കൊരു കളി കളിക്കാം. അമ്മൂമ്മയല്ലേ പിണങ്ങിയത്? അപ്പോൾ ഞാൻ പറയുന്ന കടങ്കഥകൾ അമ്മൂമ്മയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അമ്മൂമ്മ അപ്പൂപ്പനോട് മിണ്ടണം. സമ്മതിച്ചോ? സമ്മതിച്ചു. തന്നെ തോൽപ്പിക്കാനാവില്ലെന്ന ഭാവത്തിൽ അമ്മൂമ്മ മത്സരത്തിന് റെഡിയായി. അമ്മുക്കുട്ടി ചോദിക്കാൻ തുടങ്ങി. കാടു വെട്ടി പാറ കണ്ടു, പാറ വെട്ടി വെള്ളി കണ്ടു, വെള്ളി വെട്ടി വെള്ളം കണ്ടു. എന്താ ഉത്തരം? ഇതാണോ? ഇത് നിസാരമല്ലേ? തേങ്ങ. കാള കിടക്കും കയറോടും. മത്തൻ. മുറ്റത്തെ ചെപ്പിനടപ്പില്ല. കിണർ. കൊക്കിരുന്ന് കുളം വറ്റി. വിളക്ക്. 1000 പോലീസിന് ഒരു ബെൽറ്റ്. ചൂല്. അമ്മൂമ്മ എങ്ങനെ ഉത്തരം പറഞ്ഞ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൂപ്പ, ശടാ, ഇവളൊന്ന് തോറ്റാൽ മതിയായിരുന്നു. അമ്മുക്കുട്ടി വീണ്ടും തുടങ്ങി. അച്ഛൻ മുള്ളൻ, അമ്മ മിനുമിനുങ്ങനെ, മോൾ മണിമണി. ചക്ക. കൊമ്പിന്മേൽ തുളയുള്ള കാള. കിണ്ടി. പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. എന്താ അമ്മൂമ്മേ? ചീരയാ മോളെ. ശരി, അടുത്ത ചോദ്യം. പച്ചയ്ക്കൊരു കെട്ട്, ചുട്ടാലൊരു കുട്ട. ഇതിനിപ്പെന്താ ഉത്തരം? അമ്മൂമ്മ കുറച്ചു നേരം ആലോചിച്ചു. എന്നിട്ട് പറയും, പപ്പടം. ശരി, ഇന്ന പിടിച്ചോ. അടുത്ത ചോദ്യം. തിന്നില്ല, കുടിക്കില്ല, തല്ലാതെ മിണ്ടില്ല. എന്താ ഉത്തരം? ചെണ്ട. എന്ന പിടിച്ചോ. അടുത്ത ചോദ്യം. വായില്ല, നാക്കുണ്ട്, നാക്കിന്മേൽ പല്ലുണ്ട്. ചിരവ. എന്റെ മോളെ, ഇങ്ങനെ എളുപ്പമുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ വല്ല പ്രയാസമുള്ള ചോദ്യങ്ങളും ചോദിക്കേ. അമ്മുക്കുട്ടി ആലോചിച്ചു. ശരി. മണ്ണിനടിയിൽ പൊന്നമ്മ. അതെന്തുവാ? മഞ്ഞൾ. വെള്ളിക്കിണ്ണത്തിൽ ഞാവൽപ്പഴം. കണ്ണ്. ഇലയില്ല, കായില്ല, കരിവള്ളി. ഇതെന്തുവാ? അമ്മൂമ്മ കുറച്ചു നേരം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, മുടി. തലമുടി തന്നെ. ശരി, അടുത്ത ചോദ്യം. മുള്ളുണ്ട്, മുരിക്കല്ല. കൊമ്പുണ്ട്, കുത്തില്ല. പാലുണ്ട്, പശുവല്ല. ഇതിനുത്തരം അമ്മൂമ്മയൊന്ന് പറഞ്ഞേ. അമ്മൂമ്മ പെട്ടു. അമ്മൂമ്മയ്ക്ക് ആലോചിച്ചിട്ട് ഉത്തരം കിട്ടുന്നേയില്ല. അപ്പോൾ അമ്മൂമ്മ പറയും, എനിക്കറിയത്തില്ല, നീ തന്നെ പറ. അങ്ങനെ വാ. ഇതിന്റെ ഉത്തരമാണ് ചക്ക. മുള്ളുണ്ട്, മുരിക്കല്ല, കൊമ്പുണ്ട്, കൊത്തില്ല, പാലുണ്ട്, പശുവല്ല. ചക്ക. ഹേ,
അമ്മൂമ്മ തോറ്റേ. അപ്പം ഇനി അമ്മൂമ്മ അപ്പൂപ്പനോട് മിണ്ടിയേ പറ്റൂ. അങ്ങനെ അവസാനം അമ്മൂമ്മ അപ്പൂപ്പനോട് മിണ്ടി. കൂടുതൽ കഥകൾ കേൾക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ചാനലിൽ കുട്ടിക്കഥകൾ ഷോർട്സായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ കൂട്ടുകാർ മറക്കല്ലേ. അടുത്ത കഥയിൽ വീണ്ടും കാണാം.